All right, so today we are dealing with the poetry Bharat, Our Land. And first, we are discussing about the author. The author, Subramanya Bharati, was a great Indian poet, nationalist, and social reformer. Popularly known as Bharatiyar, he wrote powerful poems in Tamil as well. And his poetry reflects patriotism, spirituality, social equality. He inspired people during the Indian freedom movements. His work celebrates India's glory, culture, and intellectual heritage. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്കറിയാം കാവേരി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യത്തെ കവിത ഭാരത് അവർ ലാൻഡ് ഇത് എഴുതിയിട്ടുള്ളത് സുബ്രഹ്മണ്യ ഭാരതി മറ്റൊരു ഇന്ത്യൻ റൈറ്ററാണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്കുകളിൽ കൂടുതലും ഇന്ത്യൻ റൈറ്റേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സുധാമൂർത്തിയുടെ കണ്ടു, ഇത് രണ്ടാമത്തെ കവിത. അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ തമിഴ് തമിഴ് ലിറ്ററേച്ചറിൽ നിന്നും വന്നിട്ടുള്ള പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ്റെ കവിതകൾ കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് പാട്രിയോട്ടിസവും സ്പിരിച്വാലിറ്റിയും സോഷ്യൽ ഇക്വാലിറ്റിയും ഒക്കെയാണ്, ഇന്ത്യൻ ഫ്രീഡം എന്നിവയാണ്. Then we can discuss about the theme Deep Love and Pride for India, celebration of natural beauty, importance of spiritual knowledge and recognition of India's ancient heritage, unity of culture, wisdom, and bravery. India as a peerless and glorious nation. ഈ ഒരു കവിതയുടെ തീം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ആഴത്തിലുള്ള സ്നേഹം, ഇന്ത്യയോടുള്ള ആഴത്തിലുള്ള സ്നേഹവുമാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, ഇന്ത്യയുടെ നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള ബ്യൂട്ടിയെ സെലിബ്രേറ്റ് ചെയ്യുക കൂടി ഈ കവിതയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ നോളജ്, നമ്മുടെ ഇന്ത്യയുടെ സ്പിരിച്വൽ നോളജ്, എസ്പെഷ്യലി ഉപനിഷത്ത്, ബുദ്ധാസ്, ധാമാസ് ഒക്കെ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഏൻഷ്യൻ ഹെറിറ്റേജ്, പുരാതനമായിട്ടുള്ള ഇന്ത്യയുടെ ഹെറിറ്റേജ് ഒക്കെ ഇതിലെടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യ ആസ് എ പിയർലെസ് ആൻഡ് ഗ്ലോറിയസ് നേഷൻ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സോ പിയർലെസ് ആൻഡ് ഗ്ലോറിയസ്, പിയർലെസ് എന്ന് നമുക്ക് അൺമാച്ച്ഡ് ആണ്, ഒരിക്കലും മറ്റ് രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഇന്ത്യ ഒരു ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത് ദ പോം പ്രൈസസ് ഇന്ത്യ ആസ് എ ലാൻഡ് ഓഫ് അൺമാച്ച്ഡ് ബ്യൂട്ടി, വിസ്ഡം ആൻഡ് ഹെറിറ്റേജ്. ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഇതിൽ പറയുകയാണ്. അത് ശരിയുമാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയുടെ കാര്യത്തിൽ, നമ്മുടെ വിഷ്ഡം, നമ്മുടെ എന്താ പറയുക, വിഷ്ഡം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രേറ്റ് സെയിൻസ് അല്ലെങ്കിൽ സേജസ് ഉണ്ടായിരുന്നല്ലോ നമുക്ക്, വാൽമീകി പോലെയുള്ള, അതുപോലെ തന്നെ ലൈക്ക് ഭരദാസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ഏറ്റവും സ്കോളേഴ്സ് ആയിട്ട് ആളുകളൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഈ കവിതയിൽ. ദ പോയറ്റ് ഹൈലൈറ്റ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിമാലയ, the Ganga, the sacredness of Ganga, and the sacred text like the Upanishads. He mentions the contribution of warriors, sages, and spiritual leaders like Buddha. ഞാൻ ഇപ്പോൾ പറഞ്ഞു, ദ പോയറ്റ് പ്രൗഡ്ലി ഡിക്ലെയർസ് ദാറ്റ് ഇന്ത്യ ഈസ് പിയർലെസ് ആൻഡ് എൻകറേജസ് പീപ്പിൾ ടു അപ്രീഷിയേറ്റ് ആൻഡ് ഓണർ ദ കൺട്രി, ആൻഡ് ദ പോയം റിഫ്ലെക്ട്സ് പാട്രിയോട്ടിസം, കൾച്ചറൽ പ്രൈഡ് ആൻഡ് സ്പിരിച്വൽ റിച്ച്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കവിതയിൽ പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഹിമാലയെക്കുറിച്ച് പറയുന്നുണ്ട്, റിവർ ഗംഗയെക്കുറിച്ച് പറയുന്നുണ്ട്, ഉപനിഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ നമ്മുടെ വാരിയേഴ്സ്, അതുപോലെ സേജസ്, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിട്ടുള്ള ബുദ്ധനെ പോലുള്ള ആളുകളൊക്കെ ഈ കവിതയിൽ പറയുന്നുണ്ട്. വീണ്ടും എടുത്തു പറയുകയാണ്, ഇന്ത്യനെ മറ്റു രാജ്യവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേർഡ് മീനിങ്ങിലേക്ക് പോവാം. ഹിമവന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിനെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ജനറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സഹായിക്കുന്ന വ്യക്തി, വളരെ എന്താ പറയുക, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾ എന്നൊക്കെ പറയും. അപ്പം ദ ഗംഗ ഈസ് കോൾഡ് ആസ് ജനറസ് ഹിയർ. സാക്രഡ്, ഹോളി. സ്ക്രിപ്റ്റേഴ്സ്, റിലീജിയസ് റൈറ്റിംഗ്സിനാണ് സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിയർലെസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഈക്വൽ, ഇന്ത്യ ഈസ് എ പിയർലെസ് നേഷൻ, കമ്പാരിസൺ, നോ കമ്പാരിസൺ. ഗാലന്റ്, ബ്രേവ്. സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഹോളി, സാങ്ക്ടിഫൈഡ്. ഡിവൈനസ്റ്റ്, മോസ്റ്റ് ഡിവൈൻ.
auspicious, lucky, antiquity, ancient past, Dharma, teaching of Buddha. ഈ കവിത വരി ലൈൻ ബൈ ലൈൻ നമുക്ക് നോക്കാം. ദ മൈറ്റി ഹിമവൻസ് ഈസ് ours. There is no equal anywhere on earth. So the greatest and powerful Himalayas belongs to our country. No other mountain in the world is as great as it. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ. അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹിമാലയ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു മൗണ്ടനും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനത്രയും വലുപ്പം, അതിനത്രയും മൈറ്റിയർ ആയിട്ടുള്ള ഇല്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് 2 ലൈൻസിൽ പറയുന്നത് ജനറസ് ഗംഗ ഈസ് അവേഴ്സ് വിച്ച് അതർ റിവേഴ്സ് ക്യാൻ മാച്ച് ഗ്രേസ്. ഇതിവിടെ പറയുന്നത് റിവർ ഗംഗ വിച്ച് ഗിവ്സ് ലൈഫ്സ് ആൻഡ് സപ്പോർട്ട്സ് പീപ്പിൾ, ദാറ്റ് ഈസ് അവർ പീപ്പിൾസ് എന്ന ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് സഹായിയായിട്ട് നിൽക്കുന്ന ഒരു നദിയാണ് ഗംഗ. അതുപോലെ തന്നെ നോ അതർ റിവേഴ്സ് ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്യുവർ ആസ് ദ ഗംഗ. ഈ ലോകത്തിൽ മറ്റേത് നദികളും ഗംഗയെപ്പോലെ പ്യുവറായിട്ടുള്ള സൗന്ദര്യവതിയായിട്ടുള്ള നദി വേറെയില്ല എന്ന് കവി പറഞ്ഞു വയ്ക്കുകയാണ്. പിന്നീട് ദ സാക്രഡ് ഉപനിഷത്സ് ആർ ours. ദ റെപ്പറ്റീഷൻ ഓഫ് ours എന്ന റെപ്പറ്റീഷൻ ഈസ് ours, ആർ ours എന്ന് റെപ്പറ്റീഷൻ വരുന്നത് അതൊരു എംഫസിസ് ചെയ്യാണ്, നമ്മൾ അത്രയും ഉറച്ചു പറയുകയാണ് അതെല്ലാം നമ്മുടേതാണെന്നുള്ളത്. ദ സാക്രഡ് ഉപനിഷത്സ് ആർ ours. വാട്ട് സ്ക്രിപ്റ്റേഴ്സ് else to name with them? The holy books called Upanishads belongs to India. ഉപനിഷത്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 4 വേദങ്ങളിൽ നിന്നും പിന്നെ എടുത്ത് എഴുതിയിട്ടുള്ള പുസ്തകമാണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള പുസ്തകം. ആ പുസ്തകം നമ്മുടെ ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഇന്ത്യയുടേതാണ്. നോ അതർ റിലീജിയസ് ടെക്സ്റ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദം. മറ്റേത് റിലീജിയസിൻ്റെ ടെക്സ്റ്റും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് കവി പറയുന്നു. ആൻഡ് ദിസ് സണ്ണി ഗോൾഡൻ ലാൻഡ് ഈസ് ours. ഷീ ഈസ് പിയർലെസ്, ലെറ്റ്സ് പ്രൈസ് ഹർ. ഓക്കെ, ഈ 2 വരികൾ വളരെ പ്രധാനമാണ്. ഇവിടെ മറ്റൊരു പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിരിക്കുന്നു, മെറ്റഫോർ. ദിസ് സണ്ണി ഗോൾഡൻ ലാൻഡ് ഈസ് ours. ഓക്കെ, ഗോൾഡൻ ലാൻഡ്, നമ്മുടെ ഇന്ത്യയെ ഗോൾഡൻ ലാൻഡായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് പിയർലെസ്, ലെറ്റ്സ് പ്രൈസ് ഹർ. ഇന്ത്യ ഈസ് എ ബ്രൈറ്റ്, റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ലാൻഡ്. ഗോൾഡൻ ലാൻഡ് എന്ന് പറയുമ്പോൾ ബ്രൈറ്റ്, റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ലാൻഡ് ആണ് അർത്ഥം. ഓക്കെ, ഷീ ഈസ് പിയർലെസ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞു നോ ഈക്വൽ, വി കനോട്ട് കമ്പയർ വിത്ത് എനി, ഇൻകമ്പയറബിൾ, മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അതാണ് ഇന്ത്യ. ആൻഡ് ഹിയർ വെരി ഇമ്പോർട്ടൻറ്റ്, ഷീ ഈസ് പിയർലെസ്, പേഴ്സോണിഫിക്കേഷൻ. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സ്ത്രീയെ ഒരു വുമണായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഓക്കെ, സോ ജസ്റ്റ് കീപ്പ് ഇൻ ദാറ്റ് ദിസ് വൺ, ഷീ ഈസ് പിയർലെസ് എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ആൻഡ് വി ഷുഡ് പ്രൈസ് ഹർ ആൻഡ് റെസ്പെക്ട് ഹർ. Gallant warriors have lived here. Many a sage has sanctified this land. ഇന്ത്യയിൽ ഒരുപാട് ബ്രേവ് ആയിട്ടുള്ള, ധൈര്യശാലികളായിട്ടുള്ള സോൾജേഴ്സ് ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള, വളരെ ബുദ്ധിവിഷ്ടം ഉള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരുപാട് സേജസ്, സന്യാസിമാർ നമ്മുടെ നാടിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, സാങ്ക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. The divinest music has been heard here, and here all auspicious things are found. നമ്മുടെ ഇന്ത്യ, the most beautiful and spiritual music has been created here. ഇന്ത്യയിലാണ് ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക് നമുക്ക് പറയാം. ഇത്രയും സംഗീതത്തിനെയും കലയെയും ഇഷ്ടപ്പെടുന്ന, പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യം വേറെ ഉണ്ട് എന്നാണ് കവി പറയുന്നത്. ആൻഡ് ഹിയർ ഓൾ ഓസ്പീഷ്യസ് തിങ്സ് ആർ ഫൗണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണെന്ന് കവി പറയുന്നു. ഓൾ ഗുഡ് ലക്കി പോസിറ്റീവ് തിങ്സ് ആർ എക്സിസ്റ്റിംഗ് ഹിയർ. എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. പിന്നെ ഹിയർ ബ്രഹ്മ നോളജ് ഹാസ് ടേക്കൺ റൂട്ട് ആൻഡ് ദ ബുദ്ധ പ്രീച്ച്ഡ് ഹിസ് ധാമ ഹിയർ. ഡീപ്പ് സ്പിരിച്വൽ നോളജ് ഹാസ് ഡെവലപ്ഡ് ഇൻ ദിസ് ലാൻഡ് ആൻഡ് ലോർഡ് ബുദ്ധാസ് ധാമ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇന്ത്യയിൽ അദ്ദേഹം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. Of hoary antiquity is Bharat. She is peerless, let's praise her. India is very ancient and has long history. India is unmatched. We should honor and celebrate her.
ഓക്കെ. ഇന്ത്യക്ക് ഒരുപാട് ചരിത്രങ്ങളുടെ കഥ പറയാനുണ്ട്. നമുക്കതിനെ എടുത്ത് പറയുന്ന ഞാൻ അത് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ വേദിക് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ഇന്ത്യ ഈസ് വെരി ഏൻഷ്യൻ ആൻഡ് ഹാസ് ലോങ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. വീണ്ടും റെപ്പറ്റീഷൻ അല്ല, റിഫ്രെയിൻ എന്ന് പറയും നമ്മുടെ. ഷീസ് ഫിയർലെസ്, ലെറ്റ്സ് പ്രൈസ് ഹർ. ഒരു വരി വീണ്ടും റിപ്പീറ്റ് ചെയ്തിരുന്നു, ദിസ് ഇസ് റിഫ്രെയിൻ. ഓക്കെ. സോ ഇത്രയുമാണ് കവിത. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിൽ ചെറിയ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ റെഫറൻസസ് എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഉപനിഷത്സ് ആർ ഏൻഷ്യൻ ഇന്ത്യൻ ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ഫോമിങ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ വേദാസ് പറയുന്നതാണ്. അറിയാം, പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് മെനി a sage has sanctified this land. This land refers to great sages and saints like Vyasa, Valmiki, okay, and who lived in India. Through their teaching, meditation, and writing, they made the land sacred. And divine music has been heard from here. This line highlights India's rich tradition of classical and devotional music. Music always been linked with the spirituality and devotions in India. Okay, Brahma knowledge refers to the understanding of ultimate reality, Brahman, as explained in Indian philosophy, and it represents the highest spiritual wisdom, okay, developed through the Upanishads and ancient sages. This shows India as center of deep philosophical thought. Buddha preached his Dharma, അതെനിക്കറിയാം. And hoary antiquity is Bharat. Hoary antiquity means very ancient, and this line highlight India as one of the oldest civilization, which with a rich history from the Indus Valley to the Vedic period. It emphasizes India's long cultural continuity, okay, deep-rooted traditions and timeless wisdom that have shaped its identity over thousands of years. So messages be proud of India's heritage and culture, respect its spiritual and intellectual tradition, recognize the contributions of sages, warriors, and leaders, and value unity, knowledge, and nature. Celebrate India as a unique and unmatched nation. So, literary devices, repetition, imagery, alliteration, personification, hyperbole, metaphor, tone. So that's all about today's session. So താങ്ക് യു വെരി മച്ച്. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ NCERT-യുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഗ്രേഡ് 9-ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തി മലയാളത്തിലും ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.